സെക്കൻഡ് ഹാഫ് തൊട്ട് നമുക്കങ്ങ് കയറുവാണ്. ഡീഗ്രേഡിങ് വരുന്ന എനിക്ക് തോന്നുന്നത് ഹേറ്റേഴ്സ് ആയിരിക്കും. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗായിരുന്നു, അപ്പം അതിൻ്റെതായിട്ടുള്ള പ്രശ്നമുണ്ട്. പക്ഷേ ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലാഗാണ്. ഈ ചില സീൻസ് ഒക്കെ നമുക്ക് പിടിക്കത്തില്ല. ബിന്ദു പണിക്കർ, രഞ്ജിത്ത് പണിക്കർ, ബിന്ദു പണിക്കർ സൂപ്പറായിരുന്നു. അങ്ങനൊന്നും പറയാനൊന്നുമില്ല, അത് അവർക്ക് കിട്ടുന്ന ക്യാരക്ടർ അല്ലേ, അത് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അത് പലരും പലതും പറയും, അങ്ങനെയൊന്നുമില്ല. നല്ല സിനിമ, നല്ല സിനിമ. പടം നല്ല കൊള്ളാം, അടിപൊളി സെറ്റ്. ടർബോ കൊള്ളാം, സൂപ്പർ. ടർബോ നല്ല സിനിമയാണ്. അത്യാവശ്യം നല്ല ഫുൾ ഫൈറ്റൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം എനർജി ലെവലിൽ അവിടെ ഫൈറ്റിങ് സീനൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ഫൈറ്റ് സീൻസ് ഒക്കെ കൊള്ളാം, തമാശയുണ്ട്. നല്ല നല്ല ഫൈറ്റ് സീൻസ് ഒക്കെ കൂടുതൽ ഇഷ്ടപ്പെട്ടെ. സൂപ്പർ, പൊളി പടം, കാണേണ്ട പടം. നൈസ് ബ്രോ, നൈസ്. ആക്ഷൻ എല്ലാം പൊളി. സെക്കൻഡ് ഹാഫ് തൊട്ട് നമുക്കങ്ങ് കയറുവാണ്. നൈസ് പടം, കണ്ടറിയാം, എക്സ്പീരിയൻസ് ചെയ്യാം. ഡീഗ്രേഡിങ് സാധാരണ സ്ഥിരം യൂഷ്വൽ കാണുന്ന പോലെ ഒരു തോന്നൽ വരും, പക്ഷേ എങ്കിലും കൊള്ളാം, നൈസാണ്. കൊള്ളായിരുന്നു പടം. ഫസ്റ്റ് ഹാഫ് ലാഗുണ്ട്, പക്ഷേ സെക്കൻഡ് ഹാഫ് കൊള്ളായിരുന്നു. വേറെ ലോജിക്കിൻ്റെ കുറച്ച് കുഴപ്പമുണ്ട്, ബാക്കി കൊള്ളായിരുന്നു. നല്ല മൂവിയായിരുന്നു. ഫസ്റ്റ് ഹാഫ് ചിലപ്പോൾ ഇച്ചിരി ലാഗ് തോന്നുമായിരിക്കും, പക്ഷേ സെക്കൻഡ് ഹാഫ് വന്നിട്ട് അത് തിരിച്ച് പിടിക്കുന്നുണ്ട്. പിന്നെ DOP ഒരു അടിപൊളി പരിപാടിയായിട്ട്, അതായത് സൂപ്പർ ഫ്രെയിംസാണ് എടുത്തു വെച്ചേക്കുന്നത്. പിന്നെ നിങ്ങൾക്കൊരു അഡ്വൈസ് തരാൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ലോജിക്ക് നോക്കി മാക്സിമം പോകുന്നതിന് പകരം എൻജോയ് ചെയ്യാൻ പോവാം, മൂവി എൻജോയ് ചെയ്യുക. മമ്മൂട്ടി നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രായത്തിൽ, ലിറ്ററലി സൂപ്പർ. ഡീഗ്രേഡിങ് വരുന്ന എനിക്ക് തോന്നുന്നത് ഹേറ്റേഴ്സ് ആയിരിക്കും. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗായിരുന്നു, അപ്പം അതിൻ്റെതായിട്ടുള്ള പ്രശ്നമുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫ് വരുമ്പോൾ കുറച്ച് കയറുന്നുണ്ട്. മമ്മൂട്ടി, പക്ഷേ മൊത്തത്തിൽ മമ്മൂട്ടിയുടെ ഒരു സിനിമയാണ്, മമ്മൂട്ടിയുടെ വൺ മാൻ ഷോ, അത്രേ ഉള്ളൂ. കൊള്ളാം. സെക്കൻഡ് ഹാഫ് നൈസായിരുന്നു, പക്ഷേ ഫസ്റ്റ് ഹാഫ് ഇത്തിരി ലാഗ് അടിക്കുന്നുണ്ട്. ഇത് ഇത്തിരി മുതിർന്നവർക്ക് പറ്റിയ സിനിമയല്ല, നമ്മളെ പോലെ യങ്സ്റ്റേഴ്സിനൊക്കെ നൈസ് സിനിമ. കൊള്ളാം ബ്രോ. ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലാഗാണ്. ഈ ചില സീൻസ് ഒക്കെ നമുക്ക് പിടിക്കത്തില്ല, ബാക്കിയൊക്കെ നൈസാണ്. പ്രായത്തിൽ മമ്മൂക്ക ചിള്ളം പയ്യന്മാരെ പോലെ ഇരിക്കുകയാണ്, ധനുഷിനെ പോലെ. ആക്ഷൻ കൊള്ളാം, സൂപ്പർ. മലയാളികൾക്ക് ഇപ്പോഴും ഒന്നുകൂടി അഭിമാനിക്കാം, അത്ര നല്ല സിനിമ. എല്ലാ മലയാളികളും തിയേറ്ററിൽ പോയി കാണുക, മമ്മൂക്കയുടെ സിനിമയെ പ്രോത്സാഹിപ്പിക്കുക. എല്ലാവരും ഒന്ന് കണ്ടിരിക്കേണ്ട സിനിമ. അത് പലരും പലതും പറയും, അങ്ങനെയൊന്നുമില്ല. നല്ല സിനിമ, പോയി കാണുക. ഓക്കെ, കൊള്ളായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു മമ്മൂട്ടിയുടെ അഭിനയം. മമ്മൂട്ടി ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമല്ലോ, എല്ലാം നല്ല നല്ല സീനുകൾ തന്നെ. ഇപ്പോൾ ഈ രഞ്ജിത്ത് പണിക്കർ അതുപോലെ തന്നെ ബിന്ദു പണിക്കർ, രഞ്ജിത്ത് പണിക്കർ, ബിന്ദു പണിക്കർ സൂപ്പറായിരുന്നു. നല്ല മൂവിയായിരുന്നു. പടത്തെ പറ്റി യൂത്തിന് ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ്. മമ്മൂട്ടിക്ക് ഇത്രയേറെ ഏജ് ആയിട്ട് പോലും നന്നായിട്ട് ചെയ്യുന്നൊരു മൂവിയാണ്, നല്ല എനർജറ്റിക് ആയിട്ട്. നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല, പലരുടെ ഇഷ്ടങ്ങൾ പലതല്ലേ. അപ്പം ഈ മൂവി ഇഷ്ടപ്പെടുന്നവരാണ്, ഇഷ്ടപ്പെടാത്തത് അങ്ങനൊന്നും പറയാനൊന്നുമില്ല, അത് അവർക്ക് കിട്ടുന്ന ക്യാരക്ടർ അല്ലേ, അത് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഫൈറ്റ് പടമാണ്, മാസ്. അതുപോലെ നമുക്ക് ആസ്യൂഷ്വൽ അടിപൊളിയാണ്. ആക്ഷൻ അടിപൊളി പടം, നല്ലൊരു ആക്ഷൻ മൂവി തന്നെയാണ്. അങ്ങനെയല്ല, അത് നമ്മൾ ഓരോരുത്തരും അവരുടെ ഇഷ്ടമല്ല, അപ്പോൾ അവർ ഒന്ന് കണ്ടിട്ട് അവർ തന്നെ തീരുമാനിക്കണമെങ്കിൽ നല്ലതെന്ന് തോന്നുന്നു. അല്ല നമ്മളല്ല തന്നെ റിവ്യൂ അങ്ങനെ നോക്കുന്നത്, നമ്മളൊരു താല്പര്യം അനുസരിച്ച് വന്നതാണ്. പടം നല്ലൊരു ഇടിപ്പടമാണ്, അതായത് മമ്മൂട്ടി പറഞ്ഞ പോലെ തന്നെ ഇടിയാണ് പടം ഫുള്ള്, അടിപൊളിയായിട്ടാണ്.